എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജേഷ്. നമ്മൾ നമ്മുടെ 12 kg വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത് ഓണത്തിന് കുറച്ച് ദിവസം മുമ്പായതുകൊണ്ട് തന്നെ ഈ ഒരു ഓണം സീസൺ കഴിഞ്ഞു കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ എവിടെ ചെന്നാലും പായസം, മധുര പലഹാരങ്ങള്, സദ്യ ഇതൊക്കെ എങ്ങനെ ഒഴിവാക്കും എന്നുള്ളതാണ് പ്രശ്നം. പല ആളുകളും ഇടയ്ക്ക് പായസമൊക്കെ കഴിച്ചുപോയി എന്ന് കമന്റിൽ അറിയിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, നമുക്ക് പായസം കുടിച്ച് മുന്നോട്ട് തന്നെ പോവാം. പായസം അവിടെ കുടിച്ച് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പിറ്റേ ദിവസം മുതൽ തന്നെ നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണം കുറച്ചധികം സ്ട്രിക്റ്റ് ആക്കി കൊണ്ടുവരിക. അതേപോലെ തന്നെ നിങ്ങൾ എക്സസൈസ് കുറച്ചുകൂടി കൂടുതൽ സമയം ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ ആ പായസം കുടിച്ച കാലോറീസ് ഒക്കെ നമുക്ക് നന്നായിട്ട് ബേൺ ചെയ്ത് കിട്ടും. ഞാൻ തന്നെ എൻ്റെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 തവണ സദ്യയും 2 തവണ പായസം കുടിച്ചിട്ടുണ്ട്. ഇനി പായസം കുടിക്കാനും പോകുന്നുണ്ട്. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. എവിടെ വെച്ച് ബ്രേക്ക് ആയോ അവിടെ വെച്ച് നമുക്ക് വീണ്ടും തുടങ്ങാം. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോവാം. ചിയാ സീഡിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുൻപേ ചിയാ സീഡിനെ കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ചിയാ സീഡിന്റെ സ്വദേശം മെക്സിക്കോയാണ്. ചിയ എന്ന വാക്കിനർത്ഥം മായൻ ലാംഗ്വേജിൽ സ്ട്രെങ്ത് എന്നാണ്. ഈ ചിത്രത്തിൽ കാണുന്ന സാൽവിയ ഹിസ്പാനിക്ക എന്ന മിന്റ് ഫാമിലിയിൽപ്പെട്ട ചെടിയിൽ നിന്നാണ് ഈ വിത്ത് ഉണ്ടാകുന്നത്. നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന തുളസിയുമായിട്ട് ഈ ചെടിക്ക് നല്ല സാമ്യം ഉള്ളതുകൊണ്ട് തന്നെ പലരും ഇത് തുളസിയുടെ വിത്താണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സാമ്യം മാത്രമേ ഉള്ളൂ, ചിയാ സീഡ് തുളസിയുടെ വിത്തല്ല. ഇത് സാധാരണ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ് നമ്മൾ കഴിക്കുന്നത്. കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്തിയാൽ തന്നെ ജെൽ പോലെയുള്ള ഒരു ഫോമിലേക്ക് ഇത് മാറും. ഏകദേശം 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെയാണ് നമുക്ക് ഒരു ദിവസം ചിയാ സീഡ് കഴിക്കാവുന്നതിന്റെ അളവ്. ഇനി ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 ടേബിൾ സ്പൂൺ അഥവാ 18 ഗ്രാം ചിയാ സീഡിൽ ഏകദേശം 86 മുതൽ 87 വരെ കിലോ കാലറീസ് ആണ് അടങ്ങിയിട്ടുള്ളത്. അതേപോലെ കാർബോഹൈഡ്രേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 7.7 ഗ്രാം അടങ്ങിയിട്ടുണ്ട്. ഫൈബർ കണ്ടന്റ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. 6.5 ഗ്രാം ആണ് അടങ്ങിയിട്ടുള്ളത്. പ്രോട്ടീൻ നോക്കിക്കഴിഞ്ഞാൽ 3 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഫാറ്റിൽ 5 ഗ്രാം ഫാറ്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. അതിൽ 3 ഗ്രാമും ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ്. ഇനി കാൽഷ്യത്തിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ 110 മില്ലിഗ്രാം കാൽഷ്യമാണ് 1.5 ടേബിൾ സ്പൂൺ ചിയാ സീഡിൽ അടങ്ങിയിട്ടുള്ളത്. അതായത് ദിവസവും നമുക്ക് ആവശ്യമുള്ള അളവിന്റെ 8 മുതൽ 9% നമുക്ക് ചിയാ സീഡിൽ നിന്ന് തന്നെ ലഭിക്കും. മഗ്നീഷ്യത്തിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ 60 മില്ലിഗ്രാം ആണ് ഉള്ളത്. അതായത് ഡെയിലി നമുക്ക് ആവശ്യമായിട്ടുള്ള മഗ്നീഷ്യത്തിന്റെ 15% നമുക്ക് ചിയാ സീഡിൽ നിന്ന് ലഭിക്കും. ഫോസ്ഫറസും ഇതുപോലെ തന്നെയാണ്. ഫോസ്ഫറസിന്റെ അളവ് 150 മില്ലിഗ്രാം ആണ്. ഇത് ഡെയിലി ഡോസിന്റെ 12% നമുക്ക് ചിയാ സീഡിൽ നിന്ന് ലഭിക്കും. ഇനി അയൺ നോക്കിക്കഴിഞ്ഞാൽ അത് 1 മില്ലിഗ്രാം ആണുള്ളത്. സിങ്ക് 0.7 മില്ലിഗ്രാമും. ആന്റി ഓക്സിഡൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോളിഫിനോൾസ് പോലെയുള്ള ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് ചിയാ സീഡിൽ അടങ്ങിയിട്ടുണ്ട്. ശരിക്കും ചെറിയൊരു എമൗണ്ട് കഴിക്കുമ്പോൾ തന്നെ ഇത്രയധികം ന്യൂട്രീഷണൽ വാല്യൂസ് തരുന്ന മറ്റൊരു സീഡും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. നല്ല രീതിയിൽ ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ വയറ് നിറയുകയും ഇതിന്റെ കൂടെ കഴിക്കുന്ന മറ്റ് ആഹാരങ്ങളുടെ അളവ് വളരെ കുറയ്ക്കാനും നമുക്ക് സാധിക്കും. ഇതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സീഡ് കൂടിയാണ് ചിയാ സീഡ്. ഇത് വിശപ്പ് കുറയ്ക്കും എന്നുള്ളത് മാത്രമല്ല, ദഹനം മെച്ചപ്പെടുത്തുകയും അതോടൊപ്പം കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അതുപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് നിങ്ങളുടെ ശരീരത്തിലെ ഗുഡ് കൊളസ്ട്രോൾ അഥവാ HDL-ന്റെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കുന്നു. ഇതുവഴി നിങ്ങളുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഹൃദയാഘാത സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു. കാൽഷ്യവും മഗ്നീഷ്യവും ഫോസ്ഫറസ് ഒക്കെ തന്നെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും ഇത് വളരെയധികം നല്ലതാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ സ്കിന്നിന് ഗ്ലോ കിട്ടുവാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ തന്നെ ചിയാ സീഡ് കഴിക്കുന്നത് നല്ലതാണ്. ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ യുവത്വം നിലനിർത്താനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും തുടങ്ങിയ ഒട്ടനവധി ഗുണങ്ങൾ ചിയാ സീഡ് കഴിക്കുന്നതുകൊണ്ട് ലഭിക്കുന്നു. ചിയാ സീഡ് പല രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാം. പ്രത്യേകിച്ച് രുചിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതൊരു ആഹാരത്തിന്റെയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം. എങ്കിലും പ്രധാനമായിട്ട് സ്മൂത്തീസിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷേക്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ചിയാ സീഡ്സ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ 1.5 ടേബിൾ സ്പൂൺ ചിയാ സീഡ് മിക്സ് ചെയ്ത ശേഷം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. കൂടാതെ ഉപ്പിലിട്ട നാരങ്ങ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാം. അതേപോലെ ഫ്രൂട്ട് സാലഡുകളിൽ മിക്സ് ചെയ്ത് കഴിക്കാം. ഇങ്ങനെ പല രീതിയിലും നമുക്ക് ചിയാ സീഡ് കഴിക്കാം. അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ വയറിൽ ബ്ലോട്ടിങ്, വയറ് വീർപ്പ്, അതേപോലെ വയറുവേദന, മറ്റ് ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ അമിതമായി കഴിച്ചാൽ വെയിറ്റ് ഗെയിനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. രാവിലെ എഴുന്നേറ്റു, 2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു, 30 മിനിറ്റ് സൂംബ എക്സസൈസ് ചെയ്തു, 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു.
ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായി കഴിച്ചത് ഒരു ചപ്പാത്തിയും കുറച്ച് കടലക്കറിയും 2-3 പീസ് മീനും ഒരു പുഴുങ്ങിയ നേന്ത്രപ്പഴവുമാണ്. 11 മണിയായപ്പോൾ ഒരു ഓറഞ്ച്, 3 പീസ് ഡ്രാഗൺ ഫ്രൂട്ട്, കൂടെ ഒരു പേരക്കയും കഴിച്ചു. ഉച്ചയ്ക്ക് 2 ചെറിയ റാഗി ദോശയും കുറച്ച് കറിവെച്ച കൂന്തളും കറിയിൽ നിന്നെടുത്ത കുറച്ച് പപ്പായ കഷ്ണങ്ങളും വാഴപ്പിണ്ടി ഉപ്പേരിയുമാണ് കഴിച്ചത്. 4 മണിയായപ്പോൾ ഒരു വിത്തൗട്ട് ചായയും കുറച്ച് നിലക്കടലയും കഴിച്ചു. വൈകിട്ട് 5 മണിക്ക് 2 മുട്ടയും കുറച്ച് ചെറുപയറും 2 കഷ്ണം മീനും വാഴപ്പിണ്ടിയുടെ ഉപ്പേരിയും കഴിച്ചു. ഇതോടുകൂടെ ഇന്നത്തെ ഭക്ഷണം അവസാനിപ്പിച്ചു. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഇനി നാളത്തെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.